പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വൈദ്യുതോൽപാദനം നിലച്ച ഉറുമി 2 പദ്ധതി പുനഃസ്ഥാപിക്കാൻ നടപടിയായില്ല. ഇതോടെ വൈദ്യുതി ബോർഡിന് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഉറുമി ജലവൈദ്യുത പദ്ധതിയിലെ 2 പെൻസ്റ്റോക്ക് പൈപ്പ് തകർന്ന് 2 വർഷമായിട്ടും പദ്ധതി പുനഃസ്ഥാപിക്കാൻ നടപടിയായില്ല. ഇതോടെ വൈദ്യുതി ബോർഡിന് കോടികളുടെ നഷ്ടമാണുണ്ടായത്. ആസൂത്രണമില്ലായ്മയും കെടുകാര്യസ്ഥതയും കാരണം ഈ പദ്ധതിയിൽ വൈദ്യുതി ഉൽപ്പാദനം നിലച്ചു. 2023 ജൂലൈ 4-നാണ് പദ്ധതിയുടെ പവർ ഹൗസിലേക്ക് വെള്ളമെത്തിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടി പവർ ഹൗസിൽ വെള്ളം കയറി ജനറേറ്ററുകൾ ഉൾപ്പെടെ നശിച്ചത്. ഇത്രയും കാലമായിട്ടും അറ്റകുറ്റപ്പണികൾക്ക് കാര്യമായ നടപടിയുണ്ടായില്ല. മഴക്കാലത്ത് 6 മാസം വൈദ്യുതോൽപാദനം നടത്തുന്ന പദ്ധതിയാണിത്. പൊയിലിങ്ങ പുഴയിൽ ചൈനീസ് സാങ്കേതിക സഹായത്തോടെ ഉറുമിയിൽ 2 ചെറുകിട വൈദ്യുത പദ്ധതികളാണ് നിർമ്മിച്ചത്. ഉറുമി 1 കൂടരഞ്ഞി പഞ്ചായത്തിലും ഉറുമി 2 തിരുവമ്പാടി പഞ്ചായത്തിലുമാണ് സ്ഥാപിച്ചത്. 2004-ൽ 2 പദ്ധതികളും കമ്മീഷൻ ചെയ്തു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതിയുടെ യന്ത്ര സംവിധാനങ്ങളിൽ അറ്റകുറ്റപ്പണിയും നടത്തിയിരുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. വെള്ളത്തിൻ്റെ സമ്മർദ്ദം കാരണം പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയാണ് പവർ ഹൗസിൽ വെള്ളം കയറി യന്ത്ര സംവിധാനം തകരാറിലായത്. ഓഫീസ് മുറിയിലും കൺട്രോൾ റൂമിലും ജനറേറ്റർ മുറിയിലും വെള്ളം കയറി. 8 മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള 3 ജനറേറ്ററാണ് ഇവിടെയുള്ളത്. പൈപ്പ് പൊട്ടിയതോടെ 24 മെഗാവാട്ട് ഉൽപ്പാദനമാണ് നിലച്ചത്. ഇതോടെ KCBക്ക് വലിയ നഷ്ടമാണ് നേരിട്ടത്. ഉറുമി 2-ന്റെ പ്രവർത്തനം നിലച്ചതോടെ മലബാർ മേഖലയിലെ വൈദ്യുതി പ്രതിസന്ധിക്കും കാരണമായി. തകരാറിലായ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ ഭാഗം കൊച്ചിൻ ഷിപ്പ്യാർഡിന് അയച്ച് പരിശോധിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പെൻസ്റ്റോക്ക് പൈപ്പ് മുഴുവനും മാറ്റണമെന്ന തീരുമാനമാണ് വന്നത്. ഇതിന് 1 വർഷം സമയമെടുക്കും. 2 കോടി രൂപയാണ് ഇതിന് വകയിരുത്തിയത്. എന്നാൽ കരാർ കമ്പനികൾ അതിലും ഉയർന്ന തുകയാണ് ആവശ്യപ്പെട്ടത്. ഇതോടെ ടെൻഡർ നടപടികളും മുടങ്ങി. ഇനി ഉയർന്ന തുകയുടെ അംഗീകാരം KCB നൽകണം. അതിനുശേഷം മാത്രമേ തുടർ നടപടിയുണ്ടാവൂ. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.